ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ സാരി സ്റ്റോറേജ് ബാഗാണ് ഇന്ന് ചെയ്യുന്നത്. പഴയ നൈറ്റിയുടെ ഒരു പീസ് തുണി കൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ 9 സാരിയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് അത്യാവശ്യം 12 എണ്ണമൊക്കെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമ്മൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് നീളം 20 ഇഞ്ചാണ്. നീളം 20 ഇഞ്ച്, വീതി 40 ഇഞ്ചാണ്, വെഡ്ത്ത് 14 ഇഞ്ചസ്, ലെങ്ത് 20 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ സെൻറ്ററിൽ ഞാൻ പ്ലാസ്റ്റിക് ചാക്കാണ് വെച്ചിരിക്കുന്നത്. ശേഷം ലൈനിങ്ങിൻ്റെ ഒരു പീസും ഈ 3 പീസും കൂടി ഒന്നായിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇടയ്ക്ക് ലൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ 3 പീസും കൂടി ചേർത്ത് ഇടയ്ക്ക് ഓരോ ലൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒരു പീസും കൂടി വേണം. അതും ലെങ്ത് 20 ഇഞ്ചസാണ്, വെഡ്ത്ത് 9.5 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്കിവിടെ അത് ഇതുപോലെ തന്നെ സെൻട്രൽ പ്ലാസ്റ്റിക് ചാക്കും ഒരു പീസും ലൈനിങ്ങും കൂടി ചേർത്ത് 3 പീസും കൂടി ഞാൻ ഇടയ്ക്ക് ലൈൻ വരച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് ഫസ്റ്റ് എടുത്ത വലിയ പീസിൻ്റെ 14 ഇഞ്ചസ് വീതിയിൽ നമ്മൾ നീളം 6 ഇഞ്ചസ് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് ശേഷം ലൈൻ വരയ്ക്കുക. ഇപ്പോൾ 40 ഇഞ്ച് വീതിയിലാണ് ഇത് ലൈൻ വരച്ച് 6 ഇഞ്ച് നീളത്തിലുമാണ് ലൈൻ വരച്ച് അത് കട്ട് ചെയ്ത് മാറ്റുക. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ഇത് നമ്മൾക്ക് സിബ്ബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പീസിലും കൂടി ചേർത്ത് ആണ് നമ്മൾ സിബ്ബ് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 41 ഇഞ്ചസിൻ്റെ സിബ്ബാണ് എടുത്തിരിക്കുന്നത്. ശേഷം സിബ്ബിൻ്റെ നല്ല വശവും നമ്മളുടെ തുണിയുടെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടം വരെ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കേണ്ടതാണ്. അത് സിബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾക്ക് സിബ് ഇടുമ്പോൾ അത് ടച്ചാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 40 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്ത ആ ഭാഗം കൂടി സിബിൻ്റെ അടുത്ത വശത്ത് ചേർത്ത് വെച്ച് അത് നല്ല വശം സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ നമ്മൾക്ക് അതിൻ്റെ ആ സൈഡ് ഓപ്പോസിറ്റായിട്ട് വെച്ചതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സൈഡും നമ്മൾ
സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 20 ഇഞ്ചസ് വീതിയിലും 9.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അത് നമ്മൾക്കിവിടെ ജോയിൻ ചെയ്യുക. നമ്മൾ 20യും ഫസ്റ്റ് പീസ് നമ്മൾ വലിയ പീസ് എടുത്തത് 20 ഇഞ്ചസ് നീളവും വീതി 40 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ച് നീളത്തിലെ അതേ അളവിനാണ് കട്ട് ചെയ്യുന്നത്. നമ്മളവിടെ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിലാണ്. 9.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. അപ്പോൾ നമ്മളത് രണ്ടും കൂടി അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മളതിനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്ത് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം അത് ജോയിൻ ചെയ്യുക. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ ആ എക്സ്ട്രാ ജോയിൻ ചെയ്ത പീസ് മാത്രം എടുത്ത് അതിൻ്റെ ഹാഫ് ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ രണ്ട് സൈഡും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡും നമ്മൾക്ക് അതിൻ്റെ ഹാഫ് അത് മാത്രമേ എടുക്കാവുള്ളൂ. ആ എക്സ്ട്രാ എടുത്ത പീസ് നമ്മൾ ജോയിൻ ചെയ്തത് മാത്രം അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് സ്കൈ ബ്ലൂ കളറിൽ ആണ് രണ്ടാമത് എക്സ്ട്രാ ഞാൻ ജോയിൻ ചെയ്തത്. ഇനിയും നമ്മൾക്ക് അടുത്ത ഫസ്റ്റ് ചെയ്ത വലിയ പീസിൻ്റെ അതും ഒരേപോലെ തന്നെ മടക്കിയതിന് ശേഷം അത് മാത്രമായിട്ടെടുത്ത് മടക്കണം. മറ്റേത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വലിയ പീസ് ആ ഗ്രീൻ ലൈനിങ് ഇട്ടേക്കുന്ന ആ പീസ് മാത്രമായിട്ടെടുത്ത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് രണ്ട് സൈഡും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് ഭാഗവും അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്താണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വലിയ പീസിൻ്റെതും നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ശേഷം നമ്മൾ ഒരു ചെറിയ പീസ് ജോയിൻ ചെയ്തിരുന്നു. 9.5 ഇഞ്ച് വീതിയിലും 9.5 ഇഞ്ച് നീളത്തിലും 20 ഇഞ്ച് വീതിയിലും അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു. ആ ഭാഗവും നമ്മൾ വലിയ പീസിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തു. അത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് വയ്ക്കണം. ആ രണ്ടും കൂടി ഒന്ന് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ആ സ്കൈ ബ്ലൂ കളറിൻ്റെ സെൻറ്ററും നമ്മൾ ആ ഗ്രീന് ഉപയോഗിച്ച് ലൈനിങ് ചെയ്ത ആ പീസ് ഫസ്റ്റ് എടുത്ത വലിയ പീസ് അത് രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് പിൻ ചെയ്യുക. ആ രണ്ട് സൈഡും ഒന്ന് സെൻറ്റർ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും ചേർത്ത് വെച്ച് ഞാൻ പിൻ ചെയ്തു. ഇനി ചുളിവൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് 4 കോർണറിലും നമ്മൾക്ക് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യണം. അപ്പോൾ 4.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തുക 4 കോർണറിലും.
നല്ലതുപോലെ മടക്കി വെച്ചതിന് ശേഷം കോർണർ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നീളവും വീതിയും ഒരേപോലെ തന്നെ 4.5 × 4.5 ഇഞ്ചാണ്. അടയാളപ്പെടുത്തി ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് 4 കോർണറും 4 സൈഡും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി ശേഷം കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ 4 സൈഡും ഇതുപോലെ തന്നെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നമ്മൾക്കിതിൽ സാരി, ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. കബോർഡിനുള്ളിൽ വെച്ച് ഉപയോഗിക്കാൻ നമ്മൾക്ക്. ഇനി നമ്മൾക്കത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു 4 സൈഡും. ഇനി നമ്മൾക്ക് ആ 2 സൈഡും കൂടി ആ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്കവിടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ 2 സൈഡും പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം 4 കോർണറും കട്ട് ചെയ്ത ഭാഗം നമ്മൾക്ക് അത് സെൻറ്ററായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം അവിടെയും നമ്മൾക്ക് പൈപ്പിംഗ് ചെയ്യണം. അപ്പോൾ അവിടെയും ഞാൻ 4 സൈഡും പൈപ്പിങ്ങും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കതിനെ നല്ല ഭാഗത്തോട്ട് തിരിച്ച് ഇടാം. ശേഷം ആ സിബിൻ്റെ ഭാഗത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമാണ് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി അത് പൈപ്പിങ്ങും കൊടുത്ത ഭാഗം സിബ് വശത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ച് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സിബിൻ്റെ 2 ഭാഗം മാത്രം സൈഡ് വശത്താണ് പൈപ്പിംഗ് നമ്മൾ കട്ട് ചെയ്ത് ഭാഗം തയ്ച്ചതാണ് 2 കോർണർ. ആ 2 സൈഡ് മാത്രം ഒന്ന് സിബ് ഇടുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓപ്പോസിറ്റ് ദിശയിലോട്ട് വെച്ച് പൈപ്പിംഗ് ചെയ്തിടാം. അപ്പോൾ നമ്മൾക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഹാൻഡിൽ കൊടുക്കാൻ നമ്മൾക്കത് സൈഡ് വശത്താണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ടോട്ടൽ എത്രയാണോ വരുന്നത് അതിൻ്റെ ഹാഫ്, ഇപ്പം 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 4 1/2 എടുത്തതിന് ശേഷം
ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുക. ശേഷം മുകളിൽ നിന്ന് താഴോട്ട് സിബിൻ്റെ താഴ്വശം മുതലാണ് 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് നമ്മൾക്ക് 3 ഇഞ്ച് ഒന്ന് ലൈൻ വരച്ച് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ 4 സൈഡ് കട്ട് ചെയ്തതിൻ്റെ ആ പീസ് കൊണ്ട് തന്നെ നമ്മൾക്കത് ഉപയോഗിക്കാം. സ്ട്രാപ്പ് വയ്ക്കാൻ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ ബെൽറ്റുണ്ട്, ബാഗിന് വെക്കുന്ന ബെൽറ്റാണിത്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഒന്ന് രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ഇത് 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ ബെൽറ്റിൻ്റെ സെൻറ്ററും ആ വരയുടെ സെൻറ്ററും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ചതിൻ്റെ ആ ഫുള്ള് വരയ്ക്കുന്ന മാതിരി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് ആ മടക്കി വെക്കുന്ന ഭാഗവും കാണത്തില്ല. ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 2 സൈഡ് ഞാൻ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുണിയിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. പഴയ നൈറ്റി, സാരിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പല അളവിൽ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ സാരിയാണ് വെച്ചിട്ടുള്ളത്. 9 സാരിയാണ് വെച്ചിട്ടുള്ളത്. 10, 12 നമ്മൾക്കിതിൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. എല്ലാവരും കാണുന്നവർ സബ് ചെയ്യണേ.